പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സ്ഥാനാർത്ഥി ചർച്ചകളിൽ പങ്കെടുപ്പിക്കാത്തതിൽ ശശി തരൂർ എംപിക്ക് അതൃപ്തി. രാഹുൽ ഗാന്ധിയെ അതൃപ്തി അറിയിച്ചു. താൻ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിച്ചില്ലെന്നും തരൂരിന് പരാതിയുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഈ ചർച്ചകളിൽ ഒന്നും ശശി തരൂരിനെ പങ്കെടുപ്പിക്കുന്നില്ലേ? ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ? ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അദ്ദേഹത്തെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നു എന്നതിലാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കുറി കുറച്ച് സങ്കീർണമാണോ കാര്യങ്ങൾ? അതായത് പ്രതിഷേധം ശക്തമാണെന്ന് തോന്നുന്നു അല്ലേ ശശി തരൂരിന്? അരുൺകുമാർ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ടാണ് രമേശ് ചെന്നിത്തലയുള്ളത്. മറ്റുള്ളവരൊക്കെ പ്രത്യേക ക്ഷണിതാക്കളാണ്. അതിൽ പ്രവർത്തക സമിതി അംഗങ്ങളായ രണ്ടുപേരാണ്, KC വേണുഗോപാലും ശശി തരൂരും. ആ ശശി തരൂരിനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നു എന്ന പരാതിയാണ്. ആ പരാതി പലവട്ടം അത് നേതാക്കളോട് പറഞ്ഞെങ്കിലും ചർച്ചകളിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പോലും ശശി തരൂരിനെ പങ്കെടുപ്പിച്ചില്ല എന്ന പരാതിയാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ശശി തരൂർ ധരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ചില മണ്ഡലങ്ങളിൽ ചിലരെ പരിഗണിക്കണം. അത് തിരുവനന്തപുരം നേമത്ത്, അതേസമയം തന്നെ നെയ്യാറ്റിൻകര അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട ചിലരുടെ പേരുകൾ നിർദ്ദേശിച്ചു. ആ പേരുകൾ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ചർച്ചകളിൽ പോലും തന്നെ സഹകരിപ്പിക്കുന്നില്ല എന്ന പരാതിയാണ് ശശി തരൂർ ഉയർത്തിയത്. അതിനുള്ള അമർഷമാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ശശി തരൂർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും ചർച്ചകൾ തുടരുകയാണ്. ഒരുപക്ഷെ ശശി തരൂരിന്റെ പരാതി പരിഗണിച്ച് ചർച്ചയുടെ ഭാഗമാക്കുമോ എന്നറിയില്ല. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും സണ്ണി ജോസഫും മാത്രമാണ്. ഇവരാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏകോപനം, അതിന്റെ പ്രാഥമികമായ ചർച്ചകൾ അവർ ഭാഗമാകുന്നത്. മറ്റുള്ള നേതാക്കളൊക്കെ ദില്ലിയിൽ തുടരുന്നുണ്ടെങ്കിലും ചർച്ചകൾ ഇവരാണ്. അന്തിമ തീരുമാനമെടുക്കുന്നതും സംസ്ഥാനത്തെ അന്തിമ തീരുമാനമെടുക്കുന്നതും ഈ 4 നേതാക്കളാണ്. അതിനപ്പുറത്തേക്ക് ആരെയും പങ്കെടുപ്പിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷും സമാനമായ പരാതി ഉയർത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂർ കൂടി രാഹുൽ ഗാന്ധിയെ പരാതി ധരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു റോഷി, താങ്ക് യു. അപ്പോൾ അസംതൃപ്തി K. സുധാകരന് മാത്രമല്ല കേട്ടോ, അതൃപ്തിയുള്ളവരിൽ നമ്മുടെ ശശി തരൂരുമുണ്ട് എന്നാണ് റോഷിപാൽ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഒരു സങ്കടം തോന്നും. കാര്യം AICCയുടെ സ്ഥിരം അംഗമായിരിക്കുന്ന ഒരാൾ, ക്ഷണിതാക്കൾ ആയിട്ടുള്ള ആളുകൾ, സ്ഥിരം ക്ഷണിതാവായിരിക്കുന്ന ഒരാൾ, പ്രത്യേക ക്ഷണിതാക്കളായിരിക്കുന്നവർ കയറി കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് പുറത്ത് നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം വീട്ടുകാരനെ പുറത്ത് നിർത്തി വിരുന്നിന് വന്നിരിക്കുന്ന ആളുകൾ തീരുമാനമെടുക്കുന്നത് പോലെയല്ലേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വിരുന്നുകാരല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കൂടി ഈ ചർച്ചയിലേക്ക് ഒന്ന് ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനുണ്ടാവുമല്ലോ അഭിപ്രായങ്ങൾ. പക്ഷേ ശശി തരൂരിനെ അങ്ങനെ ചർച്ചയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്കുമുള്ള അതൃപ്തി. അതും അവിടെ പുകയുന്നു.